വളരെ ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമാണ് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ആഫലങ്ങൾ. ഇന്ന് നമ്മുടെ രാജ്യം തന്നെ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ശക്തികളുടെ പ്രതിനിധികളായിട്ടുള്ള BJPയും സഖ്യകക്ഷികളും ഈ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ധ്രുവീകരിച്ച് ജാതിയുടെയും ഉപജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ നമുക്ക് കാണാവുന്ന ചിത്രങ്ങളാണ്. രാജ്യത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പോലും വെല്ലുവിളിക്കുന്ന മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവല്ല എന്ന് ഉറക്കെ പറയുന്ന കങ്കണമാരുടെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പെരുമാറിലേക്ക് വെടിയുണ്ട ഉതിർത്ത നാഥുറാം ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രങ്ങൾ ഉയരുന്ന നാട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏതൊരു വിഷയത്തെയും വർഗീയമായി തിരിച്ചുവിടാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം ഇന്ത്യ രാജ്യത്തുണ്ടായപ്പോഴൊക്കെ തന്നെ ഈ വർഗീയതയെ ചെറുത്തു നിന്ന ഒരു സംസ്ഥാനമാണ്, ഒരു തുരുത്താണ് കേരളം. ആ കേരളത്തിൽ RSSനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവപ്പിൽ നിന്നും നരച്ച് കാവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലം നമ്മോട് വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് തന്നെ ഒരു വർഗീയതയുടെ ഉൾക്കാമ്പ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഇത്ര പ്രകടമായി പുറത്തു വന്നിട്ടില്ലെങ്കിൽ കാരണം SK ബിശ്വാസ് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ പിന്നീട് തൻ്റെ സ്ഥാനമാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ബ്രാഹ്മണ മാർക്സിസം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഒരു ബ്രാഹ്മൺ താല്പര്യത്തിലാണ് എന്നാണ് പുസ്തകം പറയുന്നത്. കാരണം അതിനെ രൂപകൽപ്പന ചെയ്ത് താഷ്കന്തിൽ ഈ ഒരു പ്രസ്ഥാനം 1920 ഒക്ടോബർ 17 രൂപം കൊള്ളുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് MN റോയ് എന്നാണ്. പക്ഷെ MN റോയുടെ യഥാർത്ഥ പേര്
നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്ന അദ്ദേഹം ബ്രാഹ്മിൺ സമൂഹത്തിൽപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ താഷ്കണ്ടിൽ രൂപം കൊണ്ടിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങളൊക്കെ തന്നെ ബ്രാഹ്മണനായിരുന്നു. ഒന്ന് എം.എൻ. റോയ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എൽവിനോ റോയ്, അബനി മുഖർജി, റോഷക് മുഖർജി, പ്രതാപതി തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് ആദ്യത്തെ കമ്മിറ്റിയിലുണ്ടായത്. ഇതിൽ ഈ എൽവിനോ റോയ് എന്ന് പറയുന്നത് എം.എൻ. റോയിയുടെ ഭാര്യ തന്നെയാണ്. അത് പണ്ടേ ഉള്ളതാണ്. അത് പ്രകാശ് കാരാട്ടാണെങ്കിൽ അത് വൃന്ദ കാരാട്ടാവും എന്നുള്ളത് ഒരു വ്യത്യാസം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അവൈലബിൾ PB എപ്പോഴും കൂടാതെ. അപ്പോൾ ഈ എം.എൻ. റോയ് ആരായിരുന്നു എന്ന് നമ്മളറിയാം. അദ്ദേഹം കമ്മ്യൂണിസം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമുണ്ട്, അനുശീലൻ സമിതി. അതിലംഗമായിരുന്നു അദ്ദേഹം. അതൊരു ജാതീയ സംഘടനയായിരുന്നു. അനുശീലൻ സമിതിയിലെ നിയമങ്ങളിൽ ആ കമ്മിറ്റിയിൽ പിന്നോക്ക ജാതിക്കാരെയോ മുസ്ലിങ്ങളെയോ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ടായിരുന്നു. മാത്രമല്ല, അതിലംഗമാകണമെങ്കിൽ ഒരു കയ്യിൽ ഊരിപ്പിടിച്ച വാളും മറ്റേ കയ്യിൽ ഭഗവത്ഗീതയുമായി മാത്രമേ അനുശീലനിൽ അംഗമാകാൻ പറ്റൂ. അവര് എല്ലാവർക്കും ഇടയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലറിൽ പറയുന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി മറ്റുള്ള എല്ലാ വിഭാഗങ്ങളെയും തിരസ്കരിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. ആ എം.എൻ. റോയ് ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് വർഗീയമല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുക? നിങ്ങൾ ത്രിപുര എടുത്തു നോക്കിയാൽ മതി. ത്രിപുരയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം എന്ന് പറയുന്നത് ഗോത്രവർഗമാണ്. 30% ത്രിപുരയിലെ ഗോത്രം. അവിടുത്തെ പട്ടികജാതി എന്ന് പറയുന്നത് 17%. അപ്പോൾ ഏകദേശം 47%-ലധികം അല്ലെങ്കിൽ 50%-ഓളം പട്ടികജാതി പട്ടികവർഗ വിഭാഗമുള്ള ഒരു സംസ്ഥാനമാണ് ത്രിപുര. പക്ഷെ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും എത്ര പട്ടികജാതി പട്ടികവർഗ നേതാക്കളെ ഇതിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്? ഒരാൾ പോലും. അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഈ പറഞ്ഞ വരേണ്യവർഗം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നേതാക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇനി പ്രകാശ് കാരാട്ടായാലും സീതാറാം യെച്ചൂരി ആയാലും ജ്യോതി ബസു ആയാലും EMS നമ്പൂതിരിപ്പാടായാലും അവരെല്ലാം വരേണ്യവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ്. അവർ ഒരു താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടി വിരലനക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ബ്രാഹ്മിൺ മാർക്സിസം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖം മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് BRP ഭാസ്കരൻ. അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലായിരുന്നപ്പോൾ AKGയും കൃഷ്ണപിള്ളയും വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പങ്കെടുത്തു. പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റായ ശേഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിക്ക് വേണ്ടി ഒരു വിരലനക്കാൻ അവർക്ക് സാധിച്ചില്ല. BRP ഭാസ്കർ പറഞ്ഞു. അതേ BRP ഭാസ്കർ പറയുന്നു, VT ഭട്ടതിരിപ്പാട് ഈ മിശ്രഭോജനം മിശ്രവിവാഹം എന്നൊക്കെ പറയുന്നതിലൂടെ ഒരു നമ്പൂതിരി സമൂഹത്തിനിടയിൽ ഒരു വിപ്ലവകാരിയായി മാറിയപ്പോൾ EMS നമ്പൂതിരിപ്പാട് പതുക്കെ അതിൽ നിന്ന് ഊരി നേരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പോയി. അദ്ദേഹം പിന്നീട് ഒരിക്കലും ഈ
പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അദ്ദേഹമാണ് ആദ്യമായി സാമുദായിക സംവരണത്തിനെതിരെ ശബ്ദിക്കുകയും ഇവിടെ സാമ്പത്തിക സംവരണമാണ് എന്ന് പറയുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി EMS നമ്പൂതിരിപ്പാടാണ്. ആ നമ്പൂതിരിപ്പാടിൽ നിന്നുള്ള ആശയം കടം കൊണ്ടാണ് പിന്നീട് നരേന്ദ്രമോദി അടക്കമുള്ളവർ സാമ്പത്തിക സംവരണവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന് പറയുന്ന സംവരണ ആശയം കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇവർ ഇടതുപക്ഷമാണ് എന്ന് പറയാൻ പോലും ഇവർക്ക് ആ നറേറ്റീവിൽ പോലും ഇവർ പെടുന്നില്ല എന്നാണ് ദാമോദർ പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം മനോഹരമായ ലേഖനങ്ങൾ എഴുതുന്ന തിങ്ക് എന്ന് പറയുന്ന ഓൺലൈൻ മാസികയിലൊക്കെ എഴുതുന്ന ആൾ. അദ്ദേഹം പറഞ്ഞത്, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു നറേറ്റീവിൽ പോലും ഇടതുപക്ഷമല്ല ഇപ്പോൾ എന്നാണ്. ദാമോദർ പ്രസാദ് പറയുന്നത്, അദ്ദേഹം മറ്റൊരു സാഗർ എന്ന് പറയുന്ന ഒരാളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, ഇന്ന് അടിസ്ഥാന വർഗത്തിന് വേണ്ടി, വിഘടിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നതാണ് ഇടതുപക്ഷമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വളരെ കാലമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ കാണാമറയത്തായിരുന്നു. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ വായിച്ചതല്ലേ? വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്നത്തെ CPIയുടെ ജില്ലാ നേതാവാണ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. എന്താവും മൊഴി? അതായത് EMS നമ്പൂതിരിപ്പാടിനെ താഴെ ഇറക്കിയിട്ടാണല്ലോ അച്യുത മേനോനെ കൊണ്ടുവരുന്നത്. അച്യുത മേനോന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി മുസ്ലിം ലീഗാണ്. അപ്പൊ EMSന് ഉള്ളിൽ കടുത്ത അസൂയ നിലനിന്നിരുന്നു എന്നാണ് CPI കൊടുത്ത മൊഴി. ആ അസൂയയുടെ പേരിൽ ഒരു മുസ്ലിം ലീഗ് മന്ത്രി പോലീസിനെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനസംഘത്തിന്റെ കൂടെ കൂടി ഇവിടെ വർഗീയ കലാപത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് CPIയുടെ നേതാക്കളാണ്. ഇന്ന് CPIയുടെ നേതാക്കൾ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതിനെ തള്ളിപ്പറയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ കാലം മുതൽ തന്നെ ഒരു വർഗീയതയുടെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് VS അച്യുതാനന്ദന്റെ കാലമായപ്പോഴേക്കും ഇവർക്ക് ഒരു മലപ്പുറം ജില്ലാ വിരോധം ഇങ്ങനെ തികട്ടി വരുന്നത് കാണാൻ പറ്റും. ശരിക്കും മലപ്പുറം ജില്ല സ്ഥാപിക്കുന്നതിനെതിരെ ആദ്യം സമരം ചെയ്തത് ജനസംഘമാണ്. അന്ന് അടൽ ബിഹാരി വാജ്പേയി ജനസംഘത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം മലപ്പുറത്ത് വന്ന് സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ച ആളാണ് വാജ്പേയി. അപ്പോൾ വാജ്പേയി ചെയ്ത ഒരു സമരത്തെ പിന്നീട് ഏറ്റെടുത്ത് ആ മലപ്പുറം വർഗീയ ജില്ലയാണെന്നും അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുമൊക്കെയുള്ള രീതിയിലുള്ള ചിത്രീകരണം പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ ഒരു നറേറ്റീവ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ കുട്ടികളൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ജീവിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കുട്ടികൾ മാത്രം കോപ്പി അടിച്ച് ജയിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, റോസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഏറ്റവും അധികം കോപ്പിയടി നടന്നതിൻ്റെ പേരിൽ അധ്യാപകന്മാരെ നാട്ടുകാർ കൈകാര്യം ചെയ്ത സംസ്ഥാനത്തിൻ്റെ പേര് വെസ്റ്റ് ബംഗാൾ എന്നാണ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ കോപ്പിയടിച്ച് ശീലമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് എല്ലാം കോപ്പിയടിയായി തോന്നിയേക്കാം.
അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം ഗെയിൽ സമരം വന്നപ്പോൾ, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സമരങ്ങൾ തിരുവനന്തപുരത്ത് നടന്നാൽ അപ്പോഴൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പറയും, ഇത് മലപ്പുറത്ത് നിന്ന് വന്ന തീവ്രവാദികളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ കുറേ കാലമായി ഒരു ജില്ല, ആ ജില്ലയിൽ പാലോളി മുഹമ്മദ് കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നുപോവാണ്. ആ ജില്ലയിൽ ഒരു തീവ്രവാദ ലക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് കുറെ കാലമായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടുകൂടി വർഗീയത അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഇവർ ഇങ്ങനെ അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അവരുടെ വോട്ട് കിട്ടാൻ നോക്കും. കാരണം ഇവരുടെ വിചാരം മുസ്ലിം സമുദായത്തിന് ഒരു പലസ്തീൻ അനുകൂല റാലി നടത്തിയാൽ, ഒരു CAA വിരുദ്ധ റാലി നടത്തിയാൽ മുസ്ലിം വോട്ടൊക്കെ അങ്ങോട്ട് പോയിരുന്നു. അത് EMSഉം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് സദ്ദാം ഹുസൈന് പിന്തുണ കൊടുത്തു, മുസ്ലിം വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോഴോ, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം വരുമ്പോൾ മറ്റുള്ള ഒന്നിനും ഇല്ലാത്ത ഒരു വിവേചനം വഖഫ് ബോർഡിനോട് കാണിക്കും. വഖഫ് ബോർഡിൽ ഉള്ള നിയമനം മാത്രം PSCക്ക് വിടാൻ തീരുമാനിക്കും. ബാക്കി ഒരു സ്ഥാപനത്തിനും അത് ബാധകമല്ല, പക്ഷെ വഖഫ് ബോർഡിന് ബാധകമാണ്. വൈകല്യമുള്ളവർക്ക് ഉള്ള സംവരണം ഇത്ര ശതമാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് മുസ്ലിം സമൂഹത്തിന് കിട്ടേണ്ട ആ ഒരു സർക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ആ റൗണ്ടിൽ നിന്നാണ് അവരെടുക്കുക. അത് ഞങ്ങൾ നിയമസഭയിൽ കുറെ പറഞ്ഞു, ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യും. ജാതി സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉന്നയിച്ചാൽ അത് കേരള സംസ്ഥാനത്തിന് ബാധകമായിട്ടുള്ള കാര്യമല്ല, അത് കേന്ദ്രം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് തടി തപ്പും. പിന്നോക്ക വിഭാഗ കമ്മീഷൻ 10 വർഷം കൂടുന്തോറും ചെയ്യേണ്ട ലിസ്റ്റ് പുനരാവിഷ്കരിക്കേണ്ട അല്ലെങ്കിൽ അത് വീണ്ടും പുനഃപരിശോധിക്കേണ്ട കാര്യം സുപ്രീം കോടതി അടക്കം കോടതി അലക്ഷ്യം പറഞ്ഞിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് പലസ്തീൻ ഐക്യദാർഢ്യം സമ്മേളനത്തിൽ പിണറായി പ്രസംഗിച്ചാൽ ഇതൊന്നായിട്ട് ഒഴുകിയങ്ങ് പോകുന്ന. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞല്ലോ SDPI ജമാഅത്തെ ഇസ്ലാമി അവർക്ക് മൊത്തം വോട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരുടെ വോട്ടാണ്? അതിലെല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ടുണ്ട്. അപ്പൊ SDPI ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തരല്ല, ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് ഇവർക്ക് കൽപ്പിൻ പാവിക്കാൻ നീരായി മാറിയത്? ഇതുവരെ അമ്പലപ്പുഴ പാൽപ്പായസായിരുന്നല്ലോ. 2015 നിങ്ങൾ പല പഞ്ചായത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിയിട്ട് മത്സരിച്ചില്ലേ, ജയിച്ചില്ലേ? 60 സീറ്റുകളിൽ അങ്ങനെ ധാരണയിൽ മത്സരിച്ചിട്ട് 45 സീറ്റിൽ നിങ്ങൾ ജയിച്ചു. ഞാൻ പറഞ്ഞു തരണോ? മുക്കം, കൊടിയത്തൂര്, മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി, ഈ പ്രദേശത്തൊക്കെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിലാണ് നിങ്ങൾ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശൈലജ ടീച്ചറുടെ വീട്ടിൽ പിണറായിയുമായി കോടിയേരുമായും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ സംസാരിച്ചു എന്നതിൻ്റെ രേഖകളുണ്ട്. ഇനി SDPI ഈരാറ്റുപേട്ടയിൽ അവിടെ ഒരു
പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്നത് SDPIയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചിട്ടാണ്. എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇവരോട് വോട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചതുപോലെ ഒരു തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴേക്കും രാജ്യം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പോൾ താൽക്കാലികമായി എടുക്കേണ്ട ഒരു സാധനമായി ജയരാജനൊക്കെ ഇപ്പം SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിനെ അടക്കം പിന്തുണച്ച, അദ്ദേഹത്തിനടക്കം പിന്തുണ നൽകിയ ഈ ആളുകൾ എപ്പോഴാണ് മതരാഷ്ട്രവാദികളായത്? അപ്പം ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജിയുമായി യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗായിട്ടും ജമാഅത്തെ ഇസ്ലാമിയായിട്ടും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലയിച്ചാൽ പോലെ. അത് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. ഐഡിയോളജിയെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇവരെയൊക്കെ ഉപയോഗിച്ചു. ഇപ്പം നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇതൊക്കെ ചെയ്തിട്ടോ പിണറായി വിജയൻ നാടായ നാട് മുഴുവൻ പലസ്തീൻ അനുകൂല സമരം ചെയ്തിട്ട്. കാരണം ജനങ്ങൾക്കറിയാം ഇസ്രായേലുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. പശ്ചിമ ബംഗാളിൽ LK അദ്വാനിയും ജസ്വന്ത് സിംഗും ഇസ്രായേൽ സന്ദർശിച്ച ശേഷം ആദ്യമായി പിന്നെ അവിടെ പോകുന്നത് ജ്യോതി ബാസു അടക്കമുള്ള വെസ്റ്റ് ബംഗാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ അടക്കം അവിടെ ചെന്ന് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ന് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന കൃഷി, അതുപോലെ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളിൽ, പുഷ്പകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഏക്കർ കണക്കിന് ഭൂമികളിൽ ഇസ്രായേൽ കമ്പനികളാണ് ഇപ്പോൾ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിഷേധിക്കാൻ പ്രിയപ്പെട്ട പിണറായി വിജയൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ അവിടെ ഇസ്രായേലുമായി ബായ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകോർത്തിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പലസ്തീന്റെ കൂടെയാന്ന് പറഞ്ഞാൽ അതിൽ വീഴാൻ മാത്രം മൂഢരല്ല ഈ സമൂഹം എന്ന് ഞങ്ങൾ അവരെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം കേരളത്തിന്റെ പോലീസിൽ RSS ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് CPIയുടെ നേതാവ് ആനി രാജയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം പീപ്പിൾ ചാനൽ നോക്കുമ്പം അതിനകത്ത് ഒരു ചർച്ച, പോലീസിൽ RSS ഉണ്ടോ? അന്ന് ഇവിടുത്തെ സ്പീക്കർ ഷംസീർ അന്ന് MLA ആണ്. അദ്ദേഹം വന്ന് പറയുന്നുണ്ട് പോലീസിൽ RSS ഉണ്ട് എന്ന് സംശയിക്കുന്നു, അത് ഗൗരവമായി കാണേണ്ടതാണ്. അദ്ദേഹം മാറ്റി. അപ്പോൾ ഞാനിത് നിയമസഭയിൽ ചോദിച്ചു. കന്യാകുമാരിയിൽ ഒരു ശിബിരം നടക്കുന്നുണ്ട്. ആ ശിബിരത്തിൽ ഈ കേരളത്തിലെ പോലീസിന്റെ SP-മാരടക്കം പങ്കെടുക്കുന്നുണ്ട്. അത് RSSന്റെ ശിബിരമാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോലീസുകാരെ ഒന്നിപ്പിക്കാൻ തത്വമസി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ശരിയാണോ അല്ലയോ? നിങ്ങളുടെ പീപ്പിൾ ചാനലിലാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ മറുപടി ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അടവാണ്. ചില കാര്യങ്ങൾ മൗനം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മറികടക്കുക. നിങ്ങളെ കുന്നിവിടിച്ച് ഇതിന് മറുപടി പറയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനം നടത്തുന്നതിന് എന്താ കാര്യം? അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല?
കാരണം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഈ ശിബിരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലേ? വിസ്റ്റത്തിന്റെ പ്രവർത്തകരെ RSSകാരെ അടിച്ചു, അവരെ നടതള്ളി. പക്ഷെ പോലീസ് പിടിച്ചത് വിസ്റ്റത്തിന്റെ പ്രവർത്തകരെയാണ്. ഞാൻ ചോദിച്ചു, RSSനെ എന്തുകൊണ്ട് പിടിച്ചില്ല? മുഖ്യമന്ത്രി അസംബ്ലിയിൽ തന്ന മറുപടി വിസ്റ്റം RSSന് വഴിമരുന്നിട്ട് കൊടുത്തതാണ് എന്നാണ്. ഏതൊക്കെ സമയത്ത് RSSനെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ന്യായീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ADGP അദ്ദേഹമാണ് ഈ എലത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഈ പ്രതി എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയാൽ തന്നെ തീവ്രവാദ ബന്ധം, ഭീകരവാദ ബന്ധവും മനസ്സിലാവും. എന്താ? ഷഹീൻ ബാഗിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഷഹീൻ ബാഗിലെ സമര പോരാട്ടത്തിന് ഊർജം പകർന്നൊരു നേതാവിന്റെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. അവിടെ JNUവിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും SFIയുടെ അംഗങ്ങളടക്കം ഷഹീൻ ബാഗ് സമരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഷഹീൻ ബാഗ് ഒരു ഭീകരവാദ കേന്ദ്രമായിരുന്നു. CAAക്കെതിരെ ശബ്ദമുയർത്തതിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ അന്ന് പുറത്താക്കണ്ടേ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ? പിണറായി പറയണ്ടേ അവിടെ കമ്മ്യൂണിസ്റ്റുകാരടക്കമാണ് ഷഹീൻ ബാഗ് സമരം ചെയ്തിട്ടുള്ളത്, അത് ഭീകരവാദ കേന്ദ്രമല്ല, അത് ദേശത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ദേശവിരുദ്ധർക്കെതിരെ നടത്തുന്ന പോരാട്ടമായിരുന്നു അത് എന്ന് പറയാൻ പിണറായി വിജയ, നിങ്ങൾ രണ്ട് ചങ്കുള്ള ആളാണോ? നിങ്ങൾ RSS ഉയർത്തിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്ന ആളാണോ? നിങ്ങൾക്ക് നോ എന്ന് പറയാൻ നിങ്ങളുടെ നാവ് കുഞ്ഞി? അതല്ലേ വളം വെച്ച് അവസാനം ഈ ADGP ദത്തേത്ര ഹൊസബാലെ കണ്ടു, അതുപോലെ തന്നെ റാം മാധവ് എന്ന RSS നേതാവിനെ കണ്ടു, വത്സൻ തില്ലങ്കേരിയെ കണ്ടു. എന്താ ഈ ADGPക്ക് വെറും RSSകാരെ മാത്രം ഇങ്ങനെ നടന്ന് കാണുന്നത്? ഒക്കെ സൗഹൃദ. അതിനിടക്കാരനായ ജയകുമാർ പറയുന്നത് ഇദ്ദേഹം മാത്രമല്ല, കുറെ IPSകാരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ IPSകാരൊക്കെ RSS കൊണ്ടുപോയിട്ട് എന്താ പരിശീലിപ്പിക്കുന്നുണ്ടോ? അതൊരു സൗഹൃദത്തിന്റെ പേരിൽ ഇപ്പം മാർക്സിസ്റ്റുകാർ പറയുന്ന അതിനെന്താന്നാ? അത്രയും അത് ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. RSSനെ കണ്ടാൽ എന്താ എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചോദിക്കുന്ന കാലത്താണ് നമ്മൾ. RSSനെ കണ്ടാൽ എന്താ? ഒരു കുഴപ്പമില്ല അല്ലേ? ഞാനന്ന് ഈ വനിതാ മതിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് വർഗീയ മതിലാണ്. കാരണം എന്താ? ഇതിനകത്ത് നിങ്ങൾ വെച്ചിരിക്കുന്നത് മുഴുവൻ ഈ വർഗീയത വിളമ്പുന്ന ആളുകളെയാണ്. RSSൽ അതായത് കർസേവ നടത്തി തിരിച്ചു വന്ന് അത് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ആളെയാണ് നിങ്ങൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കൺവീനറായി വെച്ചത്. ഞാൻ അന്ന് വർഗീയ മതിൽ എന്ന് നിയമസഭയിൽ പറഞ്ഞു. എൻ്റെ പ്രസംഗപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കുത്തു മാത്രമേ. വർഗീയ മതിൽ എന്നുള്ളതെല്ലാം സ്പീക്കർ എടുത്ത് കളയും. അപ്പൊ വർഗീയ മതിൽ എന്ന് പറയാൻ പോലും പാടില്ല. ഈ രാജ്യത്ത് സംസാരിക്കാൻ പാടില്ലേ? നിങ്ങൾ ഒരു കാര്യം അറിയോ? നരേന്ദ്രമോദിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു. എൻ്റെ പിതാവിനെ എൻ്റെ ഉമ്മയെയും പറ്റിയിട്ട് വളരെ മോശമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് പോയി, DGPക്ക് പോയി. ഇന്നലെ ഒരു കത്ത് വന്നേ, ഇത് കണ്ടെത്താൻ പ്രയാസമാണ്, അതുകൊണ്ട് ഇത് നിർത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. വേറെ എന്താ? ഒരു കാലത്തും ഇത് കണ്ടെത്താൻ പോകുന്നില്ല. പിന്നെ ഞാനെന്തിനെതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യം? അവനെ കണ്ടെത്താൻ എനിക്ക് പറ്റും, അവനെ ഞാൻ കണ്ടെത്തും. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്ന് അവർ ഓർമ്മ കൊടുക്കുക. അതിന് എനിക്ക് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്തത്? ഇവിടെ വടകരയിൽ എന്തൊരു വർഗീയ ധ്രുവീകരണമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തെല്ലാം പച്ച കള്ളങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്?
ആരുടെ ഫേസ്ബുക്കിൽ നിന്നാണ്, ആരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അത് പ്രചരിച്ചത് എന്ന് വ്യക്തമായിട്ട് പോലും നിങ്ങളെന്താ നടപടിയെടുക്കാത്തത്? നിങ്ങളത് യൂത്ത് ലീഗിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയില്ലേ? ആ യൂത്ത് ലീഗ് പ്രവർത്തകൻ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളിത് കണ്ടുപിടിക്കണമെന്ന് കോടതി വരെ പോയി പറഞ്ഞത് കൊണ്ടല്ലേ ഇത് ഇപ്പോൾ ആരാണ് നടത്തിയത് എന്നുള്ള ചെറിയ ബോധമെങ്കിലും പുറത്തു വന്നത്? ഈ അഴീക്കോട് നിങ്ങൾ നടത്തിയില്ലേ സിറാത്തിന്റെ പാലം എന്ന് പറഞ്ഞുകൊണ്ട്? ആ പദപ്രയോഗത്തിൽ തന്നെ മനസ്സിലാവുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, ഈ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഈ വാറോല ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. എന്നിട്ടും നിങ്ങൾ നാടകം കഴിക്കുന്നില്ല. ഞാൻ കാണാമറിയത്തുന്നത്. അപ്പൊ ഏറ്റവും അവസാനം ADGP പൂരം കലക്കി. ഇന്നലെ പൂരം കലക്കിയത് BJPക്ക് തൃശ്ശൂർ കൊടുക്കാൻ വേണ്ടി മാത്രമല്ലേ? ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ പറയുന്ന അവിടെ RSS പൂരം കലക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പൊ RSS പൂരം കലക്കുമെന്ന് അറിയാനുള്ള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പോലീസിൽ ഇല്ലേ പിണറായി വിജയ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല? ആ ഇന്റലിജൻസ് ഉണ്ടായിട്ടും ആംബുലൻസിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വന്നിറങ്ങുക. അദ്ദേഹം അത്യാസന്ന നിലയിൽ വന്നതല്ല. അദ്ദേഹത്തെ RSSകാർ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആംബുലൻസിൽ അവിടെ പോലീസിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കി അദ്ദേഹം പ്രശ്നം പരിഹരിച്ചു എന്ന് വരുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പൊ സുനിൽകുമാർ ആരായി? സുനിൽകുമാർ ശശിയാണ്. അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത് ഇത് കലക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് സുനിൽകുമാർ ഇടതുപക്ഷത്തിന്റെ മുൻ സ്ഥാനാർത്ഥി, അവിടുത്തെ സ്ഥാനാർത്ഥി പറയുകയാണ്, പരാജയപ്പെട്ട സ്ഥാനാർത്ഥി. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതെന്താ? ഇപ്പൊ അൻവർ പുറത്തിറങ്ങിയപ്പം വീണ്ടും പിണറായി വിജയന്റെ ഉള്ളിൽ ആ ഒരു വർഗീയത പുറത്തു വരികയാണ്. അദ്ദേഹം മലപ്പുറത്ത് വെച്ച് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹവാല പണവുമായി ബന്ധപ്പെട്ട്, കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലപ്പുറത്താണ്. അത് ഭീകര പ്രസ്ഥാനങ്ങളാണ് അത് കൊണ്ടുവരുന്നത്. അവര് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു. മലപ്പുറം ഇത്രയും കാലം നിങ്ങൾ നിയമസഭയിൽ ഇത് പറഞ്ഞില്ലല്ലോ. ഇത്രയും കേസെടുത്തിട്ട് നിങ്ങൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടിയിരുന്നത് ഈ കേസുകൾ എടുക്കുമ്പോൾ നിയമസഭയിലല്ലേ? എന്നിട്ട് അദ്ദേഹം ഡൽഹിയിൽ ചെന്നു. ഡൽഹിയിൽ ചെന്നപ്പം അവിടെ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കാൻ ഒരു ദല്ലാള് വന്നു. കാരണം പിണറായി വിജയന് ഭയങ്കര നട്ടലുള്ള ആളാണല്ലോ. പക്ഷെ ഹിന്ദു പത്രത്തിനെ അഭിമുഖീകരിക്കാൻ പേടി. അതുകൊണ്ട് ആരും ഒന്ന് പോയി പറയും എനിക്കൊരു ഇന്റർവ്യൂ വേണം. ആരാണ് ഹിന്ദു? ഹിന്ദു പത്രം എന്ന് പറയുന്നത് ഇടതുപക്ഷ പത്രമാണ്. N റാം നടത്തിയിരുന്ന പത്രമാണ്. അദ്ദേഹം ഇപ്പൊ മാറി നിൽക്കുന്നുവെങ്കിലും ഇടതുപക്ഷ സ്വഭാവമുള്ള, നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഹിന്ദു പത്രം. ആ പത്രവുമായി സംസാരിക്കാൻ കെയ്സൺ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനി വേണ്ടി വന്നു. ഈ കെയ്സൺ കമ്പനി ഏതാണ്? കെയ്സൺ ഗ്ലോബൽ കമ്പനി. അപ്പൊ ഹിന്ദുവിൽ ഇങ്ങനെ ലേഖിക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാൾ കയറുകയാണ്. അപ്പം ആരെ കണ്ടാലും കടക്ക് പുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയന്റെ നാവ് അണ്ണാക്കി കൊടുക്കും. ഇവർ രണ്ടും അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അതിലൊരാളുടെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. അദ്ദേഹം പറയുന്നത് അത് എൻ്റെ സഖാവിൻ്റെ മകനാണെന്നാണ്. പക്ഷെ ഈ സുബ്രഹ്മണ്യനാണ് ഇത് എഴുതി കൊടുത്തത് എന്ന് ഹിന്ദു പത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എഴുതി കൊടുത്തിരിക്കുകയാണ്, ഇതും കൂടി ചേർക്കണം, മലപ്പുറം രാജ്യദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഭീകരപ്രവർത്തനം നടക്കുന്നു, അവിടെ രാജ്യദ്രോഹം നടക്കുന്നു എന്ന് എഴുതണം. ഈ സുബ്രഹ്മണ്യൻ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു.
അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഏജൻസിയെ അത്ര ബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ റിലയൻസിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആരാ റിലയൻസ്? അംബാനിയും അഡാനി എന്ന് പറയുന്നത് മോദിയുടെ വലങ്കയും ഇടങ്കയുമാണ്. ആ അംബാനിയുടെ പ്രതിനിധിയായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് ഇത് എഴുതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു RSS ബന്ധമില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദു ക്ഷമ പറഞ്ഞല്ലോ. ഹിന്ദു ക്ഷമ പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കൾ എടുത്തു നോക്കിയോ? ഹിന്ദു പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് ഞങ്ങളുടെ കുഴപ്പമില്ല, ഇവരുടെ PR ഏജൻസി എഴുതി തന്നത് ഞങ്ങൾ കൊടുത്തതാണ് എന്നാണ്, അല്ലാതെ ക്ഷമയല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊടുത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് മാത്രമാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ല എന്ന് ഹിന്ദു സമ്മതിച്ചു. അപ്പൊ പിണറായി വിജയൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഖാവിന്റെ മോൻ സുബ്രഹ്മണ്യനെ വിളിച്ച് ചോദിക്കേണ്ട, നീ എന്തിനാ അത് എഴുതി കൊടുത്തത് എന്ന് അവന്റെ പേരിൽ നടപടി ഉണ്ടാകേണ്ടത്. ഈ കേസൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേസൻ എന്ന് പറയുന്ന ഈ PR ഏജൻസി എൻ്റെ പത്രസമ്മേളനത്തിൽ എന്തിനു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കേണ്ടേ? ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ഹ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട പിണറായി വിജയൻ, അങ്ങ് കമ്മ്യൂണിസത്തിന്റെ മുണ്ടെടുത്തുകൊണ്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തോടുകൂടി ആ മുണ്ടഴിഞ്ഞു പോവുകയും അതിനടിയിലുള്ള കാക്കി ട്രൗസർ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറയാൻ തുടങ്ങിയതിന്റെ പേരിൽ ഇപ്പൊ എന്റെ പിന്നാലെ കുടിച്ചു. ഞാൻ കള്ളക്കടത്ത് നടത്തുന്ന ആളാണ്. അതിന്റെ പിതാവ് പറഞ്ഞ ഒറ്റ മറുപടി ഞാൻ പറയും, ഞങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നവരല്ല, മേഖലയിലാണ്. കാരണം എല്ലാം സുതാര്യമായി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമുക്കുള്ളത്. ഈ കൊടുവള്ളിയുമ്പം ഒരു ലീഗ് ജയിച്ച ഒരു മണ്ഡലമാണല്ലോ. ഇനി അടുത്ത ഒരു തീവ്രവാദ ഇടമാക്കി അതിനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ശ്രമമായിരിക്കാം. അതൊന്നും വിലപ്പോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിണറായി വിജയന്റെ ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു മിണ്ടാതിരിക്കും എന്ന് വിശ്വസിക്കേണ്ട. കാരണം എൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാരല്ല. ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെയും, നിങ്ങളെപ്പോലെയുള്ള നിങ്ങൾ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും കൂരമേൽ താമസിക്കുന്നവരല്ല. പ്രിയപ്പെട്ട ജയരാജന്റെ പുസ്തകം ഇറങ്ങിയിട്ടില്ല, പക്ഷെ അതിൻ്റെ പേര് തന്നെ എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാം. അങ്ങനെ ഒരു ഇസ്ലാം ഒരു കഷ്ണമായിട്ട് ആക്കിയിട്ടുണ്ട് ഇസ്ലാമിനെ. അപ്പൊ P. ജയരാജന് വേണ്ടി ഒരു കഷ്ണം പൊളിറ്റിക്കൽ ഇസ്ലാം. ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഏറ്റവും അധികം ചെറുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാസിർ ഫൈസി കൂടത്തായി അദ്ദേഹത്തെ ചോദിച്ചാൽ, ഞങ്ങള് മതസംഘടനകളും നമ്മളും ഒരുമിച്ച് ആ സമയത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം നമുക്ക് ഓർമ്മയുണ്ടാവും. മുസ്ലിം യൂത്ത് ലീഗ് കുറെ കാലം മുമ്പ് തന്നെ ഞങ്ങള് കുട്ടനാട്ടിൽ ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ എടുത്ത പ്രമേയത്തിന്റെ പേര് മാർക്സിസ്റ്റ് ഫാഷിസ്റ്റ് കൂട്ടായ്മയ്ക്കെതിരെ യുവശക്തിയാണ്. ആ മുദ്രാവാക്യം ഇപ്പൊ ഒട്ടും മാറ്റേണ്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് സംബന്ധിച്ച്. തീവ്രവാദത്തെ നേരിടുന്നതിന് വേണ്ടി നിങ്ങളുടെ ആരെയും സേവ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് അന്ന് PDPക്കെതിരെ ഞങ്ങൾ സംസാരിച്ചില്ലേ? അന്ന് നിങ്ങൾ PDPയുടെ നേതാവിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് പൊന്നാനിയിൽ നിന്ന് ലോഞ്ച് ചെയ്തില്ലേ? അന്ന് ഒരു ഭാഗത്ത് VS-ഉം ഒരു ഭാഗത്ത് പിണറായിയും നടുവില് അബ്ദുൽ നാസർ മദനിയും ഇരുത്തിയിട്ടല്ലേ നിങ്ങൾ മുസ്ലിം ലീഗിനെ നേരിട്ടത്? എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം രാജ്യദ്രോഹികളായി മുസ്ലിം ലീഗ് മാറിയത് എങ്ങനെ? ഞങ്ങളെ കൂട്ടി നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടില്ലേ? അന്ന് ഞങ്ങൾ ദേശവിരുദ്ധരായിരുന്നില്ലേ? മലപ്പുറം എന്നാണ് തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറിയത്? അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ ചെറുത്തുകൊടുക്കണം.
ഇനിയും മണിക്കൂറുകൾ ഇവരെ പറഞ്ഞ് ഇവരെ പേരിൽ നല്ല വരിഞ്ഞ് മസാല പുരട്ടി പൊരിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട്. എടുക്കേണ്ട സമയത്ത് എടുത്തോളാം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാണാപ്പുറങ്ങൾ ജയരാജൻ്റെ പുസ്തകം ഇറങ്ങട്ടെ, നമ്മളൊന്ന് വായിച്ചോ. ഞാൻ വിചാരിച്ച പി ജയരാജൻ RSSനെതിരെയുള്ള ഒരു പുസ്തകം ഇറക്കുന്ന, അതിറക്കിയാൽ അന്ന് പാർട്ടിയിൽ നിന്ന് പോകുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു പുസ്തകം ഇറക്കേണ്ടി വന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും RSSനെതിരെയുള്ള ഒരു പുസ്തകം ഇറക്കുകയോ പറയുകയോ ചെയ്യാനുള്ള ധൈര്യമൊക്കെ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ADGP എടുത്തു പിന്നെ നുള്ളി പുറത്താക്കട്ടെ. ഇപ്പൊ അത് അന്വേഷിക്കുന്ന ആരാ? ഭയങ്കര രസമാണ് കേട്ടോ. ADGPയെ കുറിച്ച് അന്വേഷിക്കുന്നത് DGPയെ കുറിച്ച് അന്വേഷിക്കുന്നത് പിണറായി വിജയനെ കുറിച്ച് അന്വേഷിക്കാനുള്ളത് ഇനി വീട്ടിലെ ഭാര്യ, അവരെ കുറിച്ച് അന്വേഷിക്കാൻ മകളെ കുറിച്ച് അന്വേഷിക്കാൻ ഭർത്താവ്. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്? തൃശ്ശൂർ പൂരത്തിന് മാത്രം 3 അന്വേഷണങ്ങൾ നടക്കുക. കാരണം ഒരാളെ അന്വേഷിക്കുമ്പോൾ മറ്റാളെ തൊടാൻ പറ്റില്ല, മറ്റാളെ അന്വേഷിക്കുമ്പോൾ ഇയാളെ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം. ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾ അങ്ങ് വീഴുന്നൊന്നും വിചാരിക്കണം. ആ RSSന്റെ ബന്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ അൻവർ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അൻവർ കടത്തുകാരനാണ്. അപ്പൊ നിങ്ങളുടെ ഓഫീസിലിരുന്ന ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും കഥയൊക്കെ മറന്നുപോയി. അവരല്ലേ ഈ രാജ്യത്ത് സ്വർണം എന്ന് പറയുന്ന ഒരു തലക്കെട്ട് പത്രങ്ങളിൽ ഉണ്ടാക്കിയ 2 ആൾക്കാരല്ലേ അവര്? അന്ന് കസ്റ്റംസ് വഴി ഈ ഡിപ്ലോമാറ്റിക് റൂട്ടിലൂടെ നിങ്ങൾ കടത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നതല്ലേ? അത് സംബന്ധിച്ചുള്ള രേഖകളില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മറച്ചു ഒളിച്ചുകൊണ്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കള്ളക്കടത്തുകാര്, തീവ്രവാദികൾ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനമില്ല. പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് സീതി സാഹിബ് ഏറ്റവും വലിയ വർഗീയവാദിയായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് പോലും, നമ്മൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ്, വലത്തോട്ട് മുണ്ടെടുക്കുന്നവർ അധികാരത്തിൽ വന്നാൽ പ്രശ്നമാണ്, നമ്മൾ ചാണക നജസായി കാണുന്നു, അവർ അതിനെ പൂജിക്കുന്നു, അതുകൊണ്ട് അവരുള്ള ഒരു രാജ്യം നമുക്ക് സാധ്യമല്ലെന്ന് സീതി സാഹിബ് പറഞ്ഞു. അത് ഏത് സീതി സാഹിബാണെന്ന് എനിക്കറിയില്ല. ഇനി അവരുടെ കൂടെ വേറെ ഏതെങ്കിലും സീതി സാഹിബ് ഉണ്ടോ? ഈ പാലോളി അദ്ദേഹത്തിന് ഒന്നുമില്ല തുമ്പിത്വമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ KT ജലീലിലേക്ക് പോവുമെന്ന് പേടി അൻവർ പോയ മട്ടാണ് റസാക്കാരായിട്ട് ഇങ്ങനെ ഇടങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളത് തന്നെ ഇതിപ്പം അങ്ങ് പഴകിയതാണെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാന്നുള്ള നിലയൊക്കെയായിരിക്കും പാലോളി. ഈ സീതി സാഹിബ് അന്ന് AICCയിൽ പങ്കെടുക്കാൻ ഇവിടെ സേലം പിച്ച എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ജൂതമതസ്ഥനാണ്. അവരൊരുമിച്ച് ഒരു ടെൻറ്റിലായിരുന്നു താമസം. സേലം പിച്ചയ്ക്ക് പെട്ടെന്ന് വയറ്റിളക്കം വന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ മുഴുവൻ മാലിന്യമായി. അത് കഴുകി വൃത്തിയാക്കി ഇസ്തിരിയിട്ട് കൊടുത്ത ആളുടെ പേരാണ് സീതി സാഹിബ്. അന്നത് കണ്ട സത്യാർത്ഥി അത് സത്യാർത്ഥിയുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ സീതി സാഹിബ് ഇസ്തിരി ഇടുന്നതാണ്. കട്ടിലിൽ അവശനായി കിടക്കുന്ന സേലം പിച്ചയും കാണും. അവിടെ ജൂതമതസ്ഥനാണോ എന്നതല്ല നോക്കിയിട്ടുള്ളത്, മനുഷ്യത്വമാണ് സീതി സാഹിബിൻ്റെ ഭാഷ. ആ സീതി സാഹിബിനെയോ മറ്റോ തീവ്രവാദിയും വർഗീയവാദിയുമാണെന്ന് ആര് പറഞ്ഞാൽ അയാളുടെ കൈകളെ പിടിച്ചു കെട്ടാനുള്ള ആർജവമുള്ള ഒരു പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരുന്നു